വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. വടക്കാഞ്ചേരി നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസ് തുരങ്കം വയ്ക്കുകയാണെന്ന് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ആരോപിച്ചു. കഴിഞ്ഞ 4.5 വർഷവും അതിനു മുൻപും ഇടതുപക്ഷമാണ് നഗരസഭ ഭരിച്ചിരുന്നത്. അക്കാലം അത്രയും കോൺഗ്രസിന്റെ കൗൺസിലർമാർ വലിയ അതൃപ്തിയാണ് രേഖപ്പെടുത്തിയിരുന്നത്. പാവപ്പെട്ടവർക്കുള്ള ലൈഫ് ഭവന പദ്ധതിയിൽ അനിലക്കര ഇടപെട്ട് മുടക്കി. കോൺഗ്രസിൽ പുതിയതായി പാർലമെന്ററി പാർട്ടി നേതാവിനെ നിയമിച്ചപ്പോൾ ചിലർ രംഗത്ത് വിഷയങ്ങളുമായി വരികയാണ്. ഭരണസമിതിയുടെ പ്രവർത്തനം 4.5 വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ 5 വർഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് വടക്കാഞ്ചേരി അധികാരത്തിൽ വന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ വടക്കാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള കൗൺസിലർമാർക്ക് ഭരണത്തിനോട് വലിയ അതൃപ്തിയാണ് എല്ലാ ഘട്ടത്തിലും രേഖപ്പെടുത്താൻ. ആദ്യഘട്ടത്തിൽ വടക്കാഞ്ചേരി നഗരസഭയിൽ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ അതിലും വലിയ അതൃപ്തി രേഖപ്പെടുത്തുകയാണ്. പാവപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് അവരുടെ വാർഡിലേക്കും വേണം എന്ന നിലപാടാണ് അന്ന് സ്വീകരിച്ചെങ്കിൽ, ചെരപ്പറമ്പിലെ 140 ആളുകൾക്ക് വീട് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനവും വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് അനിലക്കരയുടെ നേതൃത്വപരമായ പങ്കിൻ്റെ ഭാഗമായി ആ പ്രവർത്തനവും ഇപ്പോൾ സ്തംഭനാവസ്ഥയിലാണ്. കഴിഞ്ഞ 4.5 വർഷക്കാലമായി, അതിനു മുമ്പ് 5 വർഷമായി വടക്കാഞ്ചേരി നഗരസഭയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണസമിതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും തുരങ്കം വയ്ക്കുക എന്ന നിലപാടാണ് ഇപ്പോഴത്തെ ഭരണസമിതിയും അന്നത്തെ ഭരണസമിതിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെയാണ് ഇപ്പോഴത്തെ ഭരണസമിതിയിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പാണ് അവരിപ്പോൾ പാർലമെൻ്ററി പാർട്ടി നേതാവെന്നറിയപ്പെടുന്ന നേതാവിനെ മാറ്റി പുതിയ നേതാവിനെ നിയമിച്ചത് ഇടതുപക്ഷത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് കോൺഗ്രസ്സുകാർ ചിന്തിക്കേണ്ടതാണ്. ആരാണ് നേതാവ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ലാത്ത രീതിയിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. നഗരസഭയുടെയും ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ പ്രവർത്തനം കൊണ്ട് മികച്ച നഗരസഭയായി 2ാം തവണയും അംഗീകാരം ലഭിച്ചതായും ചെയർമാൻ അറിയിച്ചു. വടക്കാഞ്ചേരി നഗരസഭയുടെ ഉദ്യോഗസ്ഥന്മാരുടെയും അതോടൊപ്പം തന്നെ ഭരണസമിതി അംഗങ്ങളുടെയും കൂട്ടായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 3 വർഷക്കാലമായി വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല 2ാമത്തെ നഗരസഭയായിട്ടുള്ള സ്വരാജ് ട്രോഫി വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് നേടിത്തന്നത് ഈ ഉദ്യോഗസ്ഥന്മാരെയും കൂടി കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി. ഭരണസമിതിയും ഉദ്യോഗസ്ഥരും കൂട്ടായി നിന്നുകൊണ്ട് തന്നെ നമ്മുടെ നഗരസഭയുടെ പൂർണ്ണമായ രീതിയിലുള്ള പ്രവർത്തനം നല്ലത് പോലെ തന്നെ വടക്കാഞ്ചേരി നഗരസഭയ്ക്കകത്ത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത ഈ നഗരസഭയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം വടക്കാഞ്ചേരിയിലെ കോൺഗ്രസിൻ്റെ ചില പ്രാദേശിക നേതാക്കന്മാർ പത്രസമ്മേളനം വിളിച്ച് പറയുന്നത് അവർ തന്നെ സ്വയം ആലോചിച്ച് എന്താണ് അങ്ങനെ പറയുന്നത് ആലോചിക്കുന്നത് നല്ലതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഓഫീസിൽ ന്യായമായി ലഭിക്കുന്ന ഒരപേക്ഷയ്ക്കും കാലതാമസമില്ലാതെ തന്നെ കെട്ടിക്കിടക്കാതെ തന്നെ നല്ല ഭരണ നിർവഹണം ഇപ്പോൾ കെ സ്മാർട്ട് വഴിയാണ് അപേക്ഷകൾ വന്നുകൊണ്ടിരിക്കുന്നത്.
യാതൊരുവിധ പെൻഡിങ്ങും ഇല്ലാതെ അപ് ടു ഡേറ്റായി എല്ലാ അപേക്ഷകളും കൃത്യമായ രീതിയിൽ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടികളുമായി വടക്കാഞ്ചേരി ഭരണസമിതി മുന്നോട്ട് പോവുകയാണ്. ഇപ്പം ഗ്യാരണ്ടി പീരീഡ് കഴിയാതെ മെയിൻ്റനൻസ് അല്ല, ഒന്ന് വന്ന് നോക്കട്ടെ കൗൺസിലർമാരെ. അവിടെ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ക്യാബിൻ ഉണ്ടാക്കുകയാണ്. ഒന്ന് വന്ന് പ്രവർത്തിച്ച് കാലാവധിക്ക് മുമ്പ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പരിശോധിക്കാനും ഇടപെടാനും കഴിയാവുന്ന അധികാരമുള്ള കൗൺസിലർമാരാണ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.